ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണ ഓട്ടത്തിന് നമ്മൾ പോവുകയാണ്. ഫൈനലി നമ്മൾ പയ്യൻ ഇന്ന് രാവിലെ തന്നെ കൊണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കൊണ്ടിടുന്നത് അതിപ്പോൾ ഇട്ടിട്ടും കാര്യമില്ല. നമ്മൾ വന്ന റൂട്ടിൽ തന്നെ ഇങ്ങ് വന്നേ ഉള്ളൂ. ചെറുക്കൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ട്രിപ്പും കൂടെ പോകേണ്ടി വരും. സൗണ്ട് വർക്ക് കൂടി ചെയ്യും. ലൈറ്റ് വർക്ക് മാത്രം നമ്മൾ ചെയ്തേ ഉള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. നമ്മൾ അല്ലെങ്കിൽ ലേറ്റാണ്. വണ്ടി അടി തട്ടിയ ഇല്ല അങ്ങനെ തട്ടത്തില്ല. അതാണ് നമ്മളെ കൊമ്പൻ്റെ വൈബെന്ന് പറയണത്. നമുക്കിനി ഇവിടുന്ന് നേരെ ഒരു ഒറ്റ പോക്കങ്ങ് പോവാം. കുറച്ച് ദൂരമുണ്ട്. ഇവിടെ ചെറുക്കൻ്റെ വീട് അടുത്താണേ. പക്ഷെ നമ്മുടെ എന്താ പറയുക, നമ്മളെ കല്യാണ ആഡിറ്റോറിയം ഇത്തിരി ദൂരെയാണ്. അതായത് പെണ്ണിൻ്റെ വീട്ടിനടുത്താണ് ആഡിറ്റോറിയം. അതുകൊണ്ട് ഇത്തിരി ദൂരമുണ്ട്. സോ നമുക്ക് ഇവനെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യണം. നമ്മളെ ബോങ്കോനെ പറഞ്ഞല്ലോ, ആ ബോങ്കോനോട് പിക്ക് ചെയ്യണം. നമ്മളെ പുതിയ കിളി അവൻ്റെ വീട്ടിൻ്റെ കുറച്ചപ്പുറത്താണ് ഈ ഇതാണ് വീട്, ബോങ്കൂര് വീട്. നമുക്കിവിടെ സൈഡാക്കാം. അവരെ ഞാൻ വിളിച്ചായിരുന്നു. ഓക്കെ, വണ്ടി ചെറുക്കൻ്റെ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് വണ്ടി ഇടായിരുന്നു. പക്ഷെ നമ്മൾ ഷെഡ് അങ്ങ് വാങ്ങി നമ്മളെല്ലാ വണ്ടി ഇടാൻ വേണ്ടി. ഓക്കെ, ഞാൻ നല്ല ഒന്ന് കോൾ ചെയ്യട്ടെ. അണ്ണാ ഞാൻ ഇങ്ങ് വന്നു. അണ്ണ എപ്പോ വന്നണ്ണാ? എടാ ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളടാ. നമുക്കിനി ഇവിടെ നിന്ന് പോവാല്ലേ? ഇതിൻ്റെ അപ്പുറത്തല്ലേ വീട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷമാണ്. അങ്ങനെയൊക്കെ പോകും. ഒരുപാട് നാളായിട്ട് ഓട്ടത്തിന് പോകുമ്പോഴൊന്നും ആരും വിളിക്കുമായിരുന്നു. ഇപ്പൊ അണ്ണനാണ് എന്നെ വിളിച്ച. അണ്ണാ അതിന്റെ അപ്പുറത്തൊരു റോഡ് പോയവരുണ്ടാ? അതോ അവിടെ തന്നെ കുറച്ചപ്പുറത്തോട്ട് ഈ റോഡ് കണ്ട? ഈ റോഡ്, ആ റോഡിനകത്തോട്ടാണ് പെണ്ണെ വീട്. അവിടെ ആൾക്കാർ നിക്കുന്നത്. ഓ, ഈ റോഡാണോ ഇത്? നമുക്കിന്ന് അതോ അപ്പുറത്തോട്ടിട്ട് വളയ്ക്കാം. ഇവിടെ ഇട്ട് വളച്ചാ ടഫാണ്. അതാ ഈ ഗ്രില്ല് തട്ടും. നമുക്ക് അങ്ങോട്ട് പോയി ഒന്ന് യൂ ടേൺ അടിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ. ബാക്കിൽ ബ്ലോക്കുമായി. ഇവിടെ യൂ ടേൺ അടിക്കാൻ അയ്യോ ഇവിടെ യൂ ടേൺ അടിക്കാൻ വഴി ഉണ്ടാക്കാം. നമുക്കേ ജസ്റ്റ് ഇതാ ഇവിടെ നിന്ന് ഒന്ന് വളച്ച് പതുക്കെ. അമ്മേ അങ്ങനെയും തട്ടത്തില്ല. എങ്ങനെ ഇടിക്കാനാ? അണ്ണനിലെ വണ്ടി ഓട്ടിക്കുന്ന അണ്ണൻ പണ്ട് തൊട്ട് ഫീനല്ലേ അണ്ണ. പിന്നെ ഒരുപാട് നാളായി നമ്മൾ ഒരു ഓട്ടം പോയിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് ഫുൾ ഓട്ടം ആയിരിക്കും അല്ലേ അണ്ണ? ഷെടാ, നിന്റെ കാര്യം പറയാനല്ല ഞാൻ വണ്ടി കയറ്റിയത്. നേരത്തെ വെളിയിറങ്ങി എനിക്ക് തട്ടണ ഇല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണ്ടേ? ഓ, ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കണം. സോറി അണ്ണ, ഇനി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിർത്ത്, ഇവിടെ തന്നെ. നീ മിണ്ടായി, എനിക്കറിയാം നിർത്താൻ. പിന്നെ നിനക്ക് മുമ്പ് നിനക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയാമോടാ? കൊച്ചിലോട്ടെ ഞാൻ എൻ്റെ എത്രാമത്തെ വയസ്സ് തൊട്ട് കിളിയായിട്ട് പോകും. പിന്നെ വണ്ടി ഓട്ടിക്കണൊക്കെ പോകണമെന്ന് നിനക്കറിയാമോ? നീ എന്തായാലും ബാക്ക് റിവേഴ്സ് ഒന്ന് നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ നോക്കാം. നിന്നെ നോക്കാതിരിക്കുകയാണ് നല്ലത്. നിനക്ക് ചുമ്മാ ചിലവിനൊന്ന് വിളിച്ചുകൊണ്ട് പോകണം, എന്നെയാണോ ആദ്യം അടിക്കാൻ? പിന്നെ ഇത്രയും നല്ല വണ്ടിക്ക് കിളിയില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിനാണ് നാണക്കേട്. ഓറം തരം തുറന്നു വിടാ നീ. ആ ഡോർ ഞാൻ തുറന്നു കൊടുക്കാം. എല്ലാരും കയറിക്കോ. അണ്ണ ഇനി ഒറ്റ പോക്കല്ലേ. അതാ ഞാൻ വല്ല പാട്ടാവല്ലോ ഇടണം. നിന്നെ ഞാൻ എന്തിനാടാ കിളിയായിട്ട് വിളിച്ചത്? നീ ഒരു അടിപൊളി പാട്ടങ്ങോട്ടിട്ട്. ഞാൻ ഇപ്പൊ പിടിച്ച ഒരു അടിപൊളി പാട്ട്. Movete Martita, movete Martita, movete Martita, movete Martita, movete Martita. A ver, los pibes si me ayudan con esto, ¿qué dicen? La Marta.
അതെന്താടാ നീ പെട്ടെന്ന് സ്പീക്കറും പാട്ടെല്ലാം ഓഫ് ചെയ്തത്? പാട്ടും കേട്ടിരുന്നാ മതിയാ, നമ്മളെ സ്ഥലം എത്തിയണ്ണ, അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. ഇതോ അതിന്റെ അപ്പുറം കാണുന്നുണ്ട്, അവിടെയാണ് നമ്മുടെ സ്ഥലം. പതുക്കെ അങ്ങ് ഒതുക്കിക്കോ അങ്ങോട്ട്. അണ്ണാ ഓക്കലം കിട്ടാണണ്ണ, നമുക്ക് നമ്മൾ കത്തിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. നമ്മൾ ഇങ്ങോട്ട് എത്തിയില്ല, ഇനി പോക്കലൊന്നും ഇടണ്ട. എന്നാലും കൊമ്പനിൽ നമ്മൾ അത്രയ്ക്ക് അഹങ്കാരമൊന്നും കാണിക്കരുത്. നമ്മളെ വണ്ടിയുടെ വില പോവും. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു കല്യാണത്തിന് ഓക്കലിട്ട് അലമ്പാക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഇറക്കാം അല്ലേടാ ആളിനെ. നീ എന്തായാലും ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് കൊടു, ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കട്ടെ. അണ്ണാ നിങ്ങൾ സൈഡാക്ക്, ഞാൻ ഡോറ് തുറക്കാം. ആ ബട്ട എവിടെ? ആ ഇതാണല്ലേ. ആ തുറന്നു തുറന്നു. ആൾക്കാരൊക്കെ ഇറങ്ങിട്ട് പെട്ടെന്ന്. അണ്ണാ പിന്നെ ഒരു കാര്യം, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നമുക്കൊരു ചായ അങ്ങോട്ട് കുടിച്ചാലേ? എടാ ചായയൊന്നും കുടിക്കണ്ട, നീ വണ്ടിയൊക്കെ വളയ്ക്കട്ട്. ഇപ്പം ഇവിടെ വെൽക്കം ഡ്രിങ്ക് സദ്യ എല്ലാം കൂടെ വേണോ? നമുക്ക് ആ വണ്ടി അവിടെ എവിടെയെങ്കിലും പോയി ഒന്ന് പാർക്ക് ചെയ്യാം. ചെറിയ ഓഡിറ്റോറിയം ഒന്നും ഒന്ന് കേട്ടോ. എന്നാലും ഈ ഒരു മെയിൻ റോഡിൻ്റെ ഇത്രയും നടുക്ക് ഈ ഒരു ഓഡിറ്റോറിയമേ അവർക്ക് കിട്ടിയല്ലോ, അതിൻ്റെ ഭാഗ്യം. ഇപ്പോൾ ഒരു ചന്ത നടക്കുന്ന സ്ട്രെയിറ്റ് റോഡ്, ഇവിടുത്തെ എവിടെ പാർക്ക് ചെയ്യാനാണോ എന്തോ. വേറെ ബസ്സുകളൊക്കെ എവിടെ പാർക്ക് ചെയ്തിരിക്കുന്നോ എന്തോ. നമുക്കെന്നാലും ഇവിടെ അങ്ങ് എടുത്തിടാം. ഇവിടെ നല്ല സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് വണ്ടി നോക്കേ. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി നമുക്ക് ഇനി അങ്ങോട്ട് വളച്ചിടാം. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് ഇടല്ലേ. നമ്മൾ എന്തിനു പിന്നെ കറങ്ങി വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ വിളിച്ച് ബാക്കിൽ സ്പേസ് വേണമെന്ന്. അപ്പൊ അണ്ണാ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണോ? നമുക്കെന്നാ നിർത്താം. പണ്ണന് പകരം IP ഫ്ലാവോക്സിന്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണും.